എനിക്ക് എന്തായാലും നീതി ലഭിക്കണം. അല്ലെങ്കിൽ KSRTC സാറിനെ കണ്ട് പറയാൻ തന്നെ പോകുന്നത് എന്നൊന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ജോലിക്ക് കൂലിപ്പണിക്കായാലും പോവാം. നമ്മൾ ഈ ജോലിക്ക് ചെയ്തിട്ട് വായിലിരിക്കുന്ന റോഡിൽ കാണുന്ന എല്ലാവരും വായിരിക്കണേ കേട്ട് നമ്മളിങ്ങനെ ആൾക്കാർ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പറയും സ്പീഡ് കുറഞ്ഞെന്ന് പറയും. സ്പീഡ് കുറഞ്ഞ് ചേട്ടാ സമയം ലേറ്റായി പോയി. ആൾക്കാർ ഇതിൻ്റെ അകത്തിരുന്ന് പറയാണ് സൂപ്പർ ഫാസ്റ്റിന്റെ പൈസയും കൊടുത്തിട്ട് വണ്ടി 80ന് മേളിൽ പോവാത്ത വണ്ടിയാണ് ആ വണ്ടി 101. സ്പീഡ് ഗവർണർ ഇല്ല എന്നൊക്കെ അവർ പറയുന്നു. വണ്ടി വലിവില്ലാത്ത വണ്ടി മിക്ക ഡ്രൈവർമാരും എടുക്കാൻ മടിക്കുന്ന വണ്ടിയാണ്. ഞാൻ തൃശ്ശൂർ വരെയല്ലേ ഉള്ളൂ, ലോങ് അല്ലല്ലോ, തൃശ്ശൂർ വരെയല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ വണ്ടി എന്നെ ചൂസ് ചെയ്തത്. സാറ് പറഞ്ഞു ഇന്ന തന്നെ വണ്ടിയുണ്ട്, ഏത് വണ്ടിയാണെന്ന് വെച്ച് ഞാൻ ഇത് തന്നെ പറഞ്ഞത്. ഇതായാലും കുഴപ്പമില്ല, ഏഷ്യാറിനെ കാട്ടി നല്ലത് ഈ വണ്ടിയല്ലേ, ഇത് തന്നാ മതി, വലിവില്ല, എങ്ങനെ തൃശ്ശൂർ വരെ പോകാണ്ടല്ലേ എന്ന് പറഞ്ഞ് വാങ്ങിച്ച വണ്ടിയാണ്. ഇതിന് വലിവില്ല, വേഗപ്പൂട്ടില്ല. ഇതൊക്കെ ഞാനല്ല വേഗപ്പൂട്ടിളക്കി കൊണ്ടുപോകുന്നത്. KSRTC ആണ് അതിന്റെ വേഗപ്പൂട്ട് ഫിറ്റ് ചെയ്യുന്നത്, ഇളക്കുന്നതും അതിന്റെ അകത്തുള്ള എല്ലാ ഡീറ്റെയിലുകളും അവരാണ് നിയന്ത്രിക്കുന്നത്, അല്ലാതെ നമ്മളല്ല. ഒരു ഡ്രൈവറിന്റെ കീഴിലല്ല, ഡ്രൈവറിന്റെ കീഴിലുള്ള ഡീസൽ നോക്കുക, ടയറുണ്ടോ, ബ്രേക്ക് ഉണ്ടോ, ഇതൊക്കെയാണ് നോക്കേണ്ടത്. അല്ലാതെ ഡ്രൈവറിന് അതിൻ്റെ അകത്ത് മെമ്മറി കാർഡോ ക്യാമറ വർക്കിംഗ് ആണോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നോക്കാൻ അതിൻ്റെ അകത്തുള്ള ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു മെമ്മറി കാർഡ് ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. അവർ പറഞ്ഞപ്പോഴത്തേക്കാണ് അതിൽ ബ്ലിങ്ക് ചെയ്യുന്ന ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതാണ് ഒരു 111 വണ്ടി അവിടെ കിടന്നപ്പോൾ അതിന്റെ സൈഡിൽ കൂടെ പോയതിനാണ് മെമ്മറി കാർഡ് ഞാൻ എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ മെമ്മറി കാർഡ് എന്റെ ഒരു രേഖയാണ്, എനിക്കുള്ള പ്രൂഫാണ്. അത് ഞാൻ എടുക്കേണ്ട കാര്യം. അത് എടുത്തത് ആർക്കാണ് ഉപയോഗം? എവരെടുത്തു അത് എനിക്കറിയാം. എവരെടുത്തിട്ട് അതിൽ നോക്കിയപ്പോൾ സംഭവം എനിക്ക് എതിരായിട്ടൊന്നും കിട്ടിയില്ല. എന്നാൽ അവർക്കെതിരായിട്ടുള്ള വിഷ്വൽസ് അതിലുണ്ട്. അതുകൊണ്ട് മുക്കിയതാണെന്നാണ് എൻ്റെ ബലമായ സംശയം. അതിനി കിട്ടാനും പോകുന്നില്ല, അതാണ് എൻ്റെ ഉറപ്പ്. ജോലി കിട്ടുന്ന കേസ് എനിക്ക് ഡൗട്ടാണ്. എന്നാലും സാറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക, നമ്മളെ ഒരു ബുദ്ധിമുട്ടും പാവങ്ങളുടെ, നമ്മുടെ അങ്ങനെ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ആളൊന്നുമില്ല. അതായത് മേയറെ പോലെ ബൂട്ടി കിട്ടിക്കുന്ന ആളെ പോലെ നടിയോ അങ്ങനത്തെ എക്സ്ട്രാ വരുമാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ 10,000 രൂപ കടം വാങ്ങിച്ചാണ് ഈ KSRTC കയറി. 10,000 രൂപ അടച്ച് KSRTC തന്നെ കയറണം. ഷിഫ്റ്റിൽ എനിക്ക് ആദ്യം കിട്ടിയതാണ്, 30,000 രൂപ അടയ്ക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഷിഫ്റ്റിന്റെ ആദ്യത്തെ ബാച്ചിൽ എനിക്ക് കിട്ടിയതാണ്. ആ പേപ്പർ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ ഈ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഈ 10,000 രൂപയ്ക്കും 715 രൂപയ്ക്കും ജോലി ചെയ്യുന്നത്. പ്രൈവറ്റ് ബസ്സിൽ പോകാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപ കൊടുത്ത് 1000 രൂപ പ്രൈവറ്റ് ബസ്സിൽ കിട്ടും, ശമ്പളം കിട്ടും. അതിന് മാത്രമുള്ള റിസ്ക് ഉണ്ട്. പോലീസ്, വെഹിക്കിള്, പരാതി, കേസ്, വഴക്ക് എന്നൊക്കെ പറഞ്ഞ എൻ്റെ പേരിൽ KSRTCയുടെ ബാക്കിൽ കൊണ്ടുവന്ന് ഇടിച്ച പരാതിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ പറയുന്ന നടിയായാലും മേയറായാലും ഇവരെ ബാക്ക്ഗ്രൗണ്ടോ ഇവരെ കാര്യങ്ങളോ ഞാൻ തിരക്കാൻ പോകുന്നില്ല. പക്ഷെ എന്തിന് ഇവരെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് തിരക്കി എന്നെ ജനങ്ങൾ സപ്പോർട്ടുള്ളതുകൊണ്ട് ജനങ്ങളെ ഇതിൽ നിന്ന് മാറ്റുക. അതിന് വേണ്ടിയിട്ട് അവർ ഇനിയും ശ്രമിക്കും, ഇനിയും പെണ്ണ് വിഷയങ്ങൾ ഉണ്ടാക്കും. അത് പേടിച്ചാണ് ഞാൻ പ്രൈവറ്റ് ബസ്സിൽ പോലും പോകാത്തത്. പക്ഷെ എന്നെ ഈ KSRTC എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്നത് കൊണ്ടാണ്. എനിക്ക് എന്തായാലും ആ ഒരു ബഹുമാനം, നമ്മൾക്ക് ശമ്പളത്തെ അല്ല, നമ്മൾ KSRTC എന്നുള്ള താൽക്കാലിക ജോലിക്കാരനാണെന്ന് ആളുകൾ നല്ലവണ്ണം ബഹുമാനമുണ്ട്. പ്രൈവറ്റില്ലാത്തല്ല. പ്രൈവറ്റ് ഞാൻ ഓടുമ്പോഴത്തേക്ക് വഴി കൂടെ പോണവനും നാട്ടുകാരും അതിൻ്റെ അകത്ത് ഇരിക്കുന്നവർ വരെ ചീത്ത വിളിയാണ്. ഇത്തിരി വണ്ടി ഇട്ട് രണ്ടുപേരെ ആളെടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അത് മോനെ അങ്ങനത്തെ രീതിയിലുള്ള ചീത്തകൾ, വലിയ വലിയ ചീത്തകളാണ് വിളിക്കുന്നത്. KSRTC അങ്ങനെ ഒരു ചീത്ത വിളിയില്ല. ഈ വണ്ടി കൊണ്ടുവന്ന് ഈ വലിയ വലിയ ആൾക്കാർ, കാറിൽ പോകുന്ന ആൾക്കാർക്ക് സൈഡ് കൊടുക്കാതെ, അല്ലെങ്കിൽ ഈ സൈഡ് കൊടുക്കാനുള്ള സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഞാൻ എല്ലാ വണ്ടിയും പരിഗണിച്ച് ഓടുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ എല്ലാ വണ്ടിയും കൊണ്ടുവന്ന് അങ്ങനെ ബാക്കിയുള്ള ചില ഡ്രൈവർമാരുണ്ട്, അങ്ങനെ ചെയ്യാറില്ല. എന്നാലും നമുക്ക് പരാതിയാണ്. നമ്മൾ നേരെ എൻ്റെ രീതിക്ക് പോയാൽ നമുക്ക് പരാതി. പക്ഷെ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ദൈവം എന്നായാലും ഈ കാണിച്ചവരൊക്കെ തിരിച്ചടി കൊടുക്കും, അത് ഉറപ്പാണ്. പിന്നെ സാറ് ഇത്രയൊക്കെ അറിഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടും ജോലിക്ക് തിരിച്ചെടുക്കാത്തതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണെന്നുള്ള. ചിലപ്പോൾ സാറിനും പ്രഷർ കാണും, മേളയിൽ നിന്നുള്ള പ്രഷർ കാണും. സാർ എടുത്തു കഴിഞ്ഞാൽ സാറിന്റെ ജോലി പോയി കഴിഞ്ഞാൽ എന്നെ എടുത്തു കഴിഞ്ഞാൽ സാറിന്റെ ജോലി പോകുമെന്നുള്ള അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. നാളെ അതിന്റെ സംശയങ്ങൾക്ക് എല്ലാത്തിനും കൂടെയാണ് പോകുന്നത്. പോയി ചോദിക്കണം, എന്താണ് എന്നെ എടുക്കുമോ അല്ലെങ്കിൽ പറഞ്ഞു വിടുമോ? ഒന്നീ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ തിരിച്ചെടുക്കുക. ഇതാണ് എൻ്റെ ലക്ഷ്യം സാറിനെ കാണുന്നതിന്റെ.